വീണ്ടും ഹമാസിൽ ആക്രമണം അഴിച്ചുവിട്ട് ഇസ്രായേൽ. വ്യോമാക്രമണം ശക്തമാക്കിയതിനു പിന്നാലെ കരയാക്രമണവും തുടങ്ങി. ഗാസയെ വടക്കും തെക്കുമായി വിഭജിക്കുന്ന നെറ്റ്സാരിം ഇടനാഴി ഇസ്രായേൽ സൈന്യം തിരിച്ചുപിടിച്ചു. വിവരങ്ങളുമായി മേഘ PV ആണ് ചേരുന്നത്. മേഘ, ഈ ഒരു സംഭവത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പശ്ചിമേഷ്യൻ സംഘർഷം വീണ്ടും തിരിതെളിയുന്നൊരു സാഹചര്യത്തിൽ അതിൽ പൊലിയുന്നത് നിരവധി സാധാരണക്കാരുടെ ജീവനുകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു നെറ്റ്സാരിം ഇടനാഴി തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇസ്രായേൽ സൈന്യത്തിനെ നയിച്ച ആ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായും അറിയാനുള്ളത്. എന്തുകൊണ്ടാണ് അതിപ്പോൾ ഈ ഒരു സംഘർഷം വീണ്ടും അങ്ങനെ നിലനിൽക്കുന്നത്? രണ്ടാം ഘട്ട ചർച്ചകൾ എന്തെങ്കിലും ഒരു തുടക്കമായോ, അല്ലെങ്കിൽ എപ്പോഴത്തേക്കുണ്ടാകും ഈ ഒരു രണ്ടാം ഘട്ട ചർച്ച? അതോടൊപ്പം തന്നെ എപ്പോൾ അവസാനിപ്പിക്കാൻ സാധിക്കും ഈ ഒരു ആക്രമണത്തിന്റെ ഈ ഒരു നാളുകൾ? കാളിദാസ്, പ്രധാനമായും നമ്മൾ എടുത്തു പറയേണ്ടത് വളരെ ശക്തമായി തന്നെ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് ഇസ്രായേൽ. ഇപ്പോൾ ആദ്യം വ്യോമാക്രമണമായിരുന്നു ശക്തമായിരുന്നെങ്കിൽ ഇപ്പോൾ കരയുദ്ധവും കൂടി ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് തുടങ്ങിയിരുന്നു. അങ്ങനെ കരയുദ്ധത്തിലാണ് നെറ്റ്സാരിം ഇടനാഴി ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തിട്ടുള്ളത്. നിലവിൽ ബോംബാക്രമണത്തിൽ 436 പലസ്തീനികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇസ്രായേലിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വരുന്നൊരു മറുപടി, ഈ ആക്രമണത്തിൽ വരുന്നൊരു മറുപടി എന്ന് പറഞ്ഞാൽ ബന്ദികളെ മോചിപ്പിക്കുക, പിന്നെ ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യും, അതല്ലാതെ വേറൊരു ചർച്ചയിലേക്ക് പോലും ഞങ്ങൾ കടക്കില്ല എന്നൊരു കാര്യമാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. പ്രധാനമായും സ്ത്രീകളും കുട്ടികളുമാണ് ഏറ്റവും കൂടുതൽ ഈ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് മുകളിലേക്കാണ് ഇപ്പോൾ ഇസ്രായേൽ ഇങ്ങനെ ശക്തമായ ബോംബാക്രമണം നടത്തുന്നത്. ഇസ്രായേൽ പാർലമെന്റ്, ഇസ്രായേലിലെ ജനങ്ങൾ കൂടി വലിയൊരു പ്രതിഷേധമാണ് ഇത്തരത്തിലുള്ള ആക്രമണം അഴിച്ചുവിട്ട ഒരു സാഹചര്യത്തിൽ വലിയൊരു പ്രതിഷേധമാണ് ഇസ്രായേൽ ജനങ്ങൾ കൂടി പാർലമെന്റിന് മുമ്പിൽ ഉണ്ടായിരുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. എന്നാൽ കൂടി ആക്രമണം ശക്തമാക്കാൻ തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തീരുമാനം. ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുക എന്നൊരു ലക്ഷ്യമാണ് പ്രധാനമായും ബെഞ്ചമിൻ നെതന്യാഹു ഈ ആക്രമണം അഴിച്ചുവിടുന്നതിലൂടെ കണക്കാക്കുന്നത്. നമ്മളെല്ലാം കണ്ടതാണ്. ആദ്യം ഒരു വെടിനിർത്തൽ കരാറുണ്ടായിരുന്നു, അതിപ്പോൾ അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് ഇസ്രായേൽ അത് തുടരണോ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് പോലും സാഹചര്യം നൽകാതെ വീണ്ടും ആക്രമണം അഴിച്ചുവിട്ടത്. ജനുവരി 19-നാണ് വെടിനിർത്തൽ കരാറുണ്ടായിരുന്നത്. 2 മാസത്തോളം നീളുന്ന വെടിനിർത്തൽ കരാറിന് ശേഷമാണ് ഏറ്റവും വലിയൊരു ആക്രമണം തന്നെ ഇസ്രായേൽ ഹമാസിന് നേരെ ഇപ്പോൾ അഴിച്ചുവിട്ടിരിക്കുന്നത്. നിലവിൽ ഇസ്രായേൽ യാതൊരുവിധ ചർച്ചയ്ക്കും തയ്യാറല്ല എന്നൊരു കാര്യം കൂടി നമ്മൾ ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നതാണ്. ചർച്ച ഉണ്ടായാൽ തന്നെ ആക്രമണം നിർത്തിയിട്ട് ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല, ആക്രമണം തുടരുക തന്നെ ചെയ്യും. എന്നാൽ ചർച്ച ആവശ്യമെങ്കിൽ ചർച്ച ചെയ്യാം, പക്ഷെ ആക്രമണം നിർത്തിയ ഒരു ചർച്ച എന്നൊരു കാര്യത്തിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല എന്നൊരു കാര്യമാണ് ഇപ്പോൾ നെതന്യാഹു അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഹമാസ് ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ്. ഇപ്പോൾ വെടിനിർത്തുന്നതിന്റെ കാര്യത്തിൽ ഹമാസ് ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ്. പക്ഷെ നിലവിൽ ഇസ്രായേൽ അതിനെ എതിർക്കുന്ന ഒരു രീതി തന്നെയാണ് ഉണ്ടായത്. ഇസ്രായേൽ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യം എന്നാൽ ഹമാസിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യണം, ബന്ദികളെല്ലാം ഹമാസ് മോചിപ്പിക്കണം, ഹമാസിനെ പൂർണ്ണമായി ഞങ്ങൾ ആ ഭാഗത്ത് നിന്ന് ഉന്മൂലനം ചെയ്യും. അതിനുവേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ആക്രമണം ശക്തമാക്കുന്നത്. ആദ്യം വ്യോമാക്രമണമാണ് ശക്തമായിരുന്നെങ്കിൽ ഇപ്പോൾ കരയുദ്ധവും കൂടി കൂടുതൽ ശക്തമാക്കാനുള്ള ഒരു തീരുമാനം കൂടി എടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ. കരയുദ്ധത്തിന്റെ ഭാഗമായാണ് ഇടനാഴി തന്നെ അവർ പിടിച്ചെടുത്തിരിക്കുന്നത്. ഇപ്പോൾ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു നരഹത്യ തന്നെയാണ് അവിടെ നടക്കുന്നത്. ഇപ്പോൾ കുട്ടികളും സ്ത്രീകളുമാണ് ഈ ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ ഇരയാകുന്നത് എന്നൊരു കാര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ അമേരിക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ അമേരിക്കയിൽ കൂടി ഒരു പിന്തുണ ഇസ്രായേലിന് വേണ്ടി ഈ യുദ്ധത്തിന്റെ കാര്യത്തിൽ ഒരു പിന്തുണ കൂടി അമേരിക്ക കൂടി ഒരു പ്രഖ്യാപിച്ച ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ ഹമാസ് ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിലും ഇസ്രായേൽ അങ്ങനത്തെ ഒരു ചർച്ചയിലേക്ക് ഒരു കാര്യത്തിലേക്ക് കടക്കുന്നില്ല എന്നൊരു കാര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ്. കാളിദാസ്. തീർച്ചയായും മേഘ, എന്തായാലും ഇസ്രായേലിന്റെ ആവശ്യം എന്ന് പറയുന്നതും ഹമാസ് തടവിലാക്കിയ ബന്ധികളെ കൂടി മോചിപ്പിക്കുക എന്നുള്ളതാണ് എന്ന് തന്നെ മനസ്സിലാക്കുന്നു. ആ ഒരു ബന്ധികളെ മോചിപ്പിക്കാതെ അവർ ഈ ഒരു ആക്രമണം അവസാനിപ്പിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഈ ഒരു സംഭവത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ന് തന്നെ പറയാം. എന്നിരുന്നാലും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവൻ പൊലിയുന്നൊരു സാഹചര്യമാണ് ഈ ഒരു 2 ആക്രമണങ്ങൾ, അല്ലെങ്കിൽ ഹമാസ് ഇസ്രായേൽ ആക്രമണം കാരണം ഇതിൽ ആര് തുടങ്ങിയാലും ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളതല്ല ഏറ്റവും പ്രധാനം. ആ ഒരു ആക്രമണത്തിൽ, ആ ഒരു സംഘർഷത്തിൽ മരിച്ചു വീഴുന്നത് നമ്മളെപ്പോലെയുള്ള ജീവനുകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. മേഘ PV ആണ് വിവരങ്ങൾ നൽകിയത്.